ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ആർ എസ്. ഐ എം ബാക്ക് അഗെയിൻ ഗൈസ്. നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡായിട്ട്. ഈ ഒരു എപ്പിസോഡിൻ്റെ പേരാണ് OnePlus കീബോർഡ് ഫോർ ബ്രെയിൻ റോട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗെയിം OnePlus കീബോർഡ് എസ്കേപ്പ് എന്ന് പറഞ്ഞത്. ഇത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കീബോർഡ് കാണുന്നുണ്ട്. ഇതെന്താണ് സ്പീഡൊന്നും കൂടാനില്ല നമ്മൾ ഇതിനോട് ഓടുമ്പം. സംഭവം മനസ്സിലായില്ല. ഇവിടെ റിലിയയിൽ ആറിലൊക്കെ ഉണ്ട്. ഓ ഗൈസ്, ഇപ്പോൾ സംഭവം അതിനകത്ത് പിടികിട്ടി. ഇത് പോകും ഗൈസ്. ഓ നോ, പോയി. ഇത് മാഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡ് നമുക്കിവിടെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അതെന്താ സംഭവം നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും നല്ല സാധനം എടുത്തിട്ട് പോകണമല്ലോടാ. 25 എടുക്കാൻ പറ്റിയില്ല. 75 അത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് 75 കിട്ടുമെന്ന് പറഞ്ഞാൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് ഇവിടെ നോക്കാം മതി നമുക്ക്. ഇവിടെ ഒന്നും ഇല്ല ഐസ്. നമുക്ക് എന്തായാലും ബേസിലേക്ക് നമ്മുടെ കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ബേസിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആരെങ്കിലും അടിച്ചിട്ടാലും മതി. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ബ്രെയിൻ റോട്ട് കളക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. കുറച്ച് പണി കൂടുതലാണത്. എങ്ങനെയുണ്ടെന്ന് ഒന്നും അറിയില്ല. അത് എനിക്ക് എല്ലാം കൊണ്ടും ഇത് ഭയങ്കര പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം ഗൈസ്, ഭയങ്കര പണിയാണിത്. ഇത് അപ്ഗ്രേഡ്സ്, ഇവിടെയാണ് നമ്മുടെ അപ്ഗ്രേഡ്സ് വരുന്നത് ഗൈസ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ പൈസ ഉണ്ടല്ലോ. എൻ്റെ 1.125K ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. എടാ, എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണില്ലടാ. ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. ഓ ഗൈസ്, എനിക്കൊന്ന് എന്തോ ഒരു ഗ്ലിച്ചാണ്. ഇനി ഇതേ നമ്മൾ ചെയ്യണം. ഇല്ല പറ്റില്ല. ഇല്ല അത് പറ്റില്ല കേട്ടോ. ബാഗിൽ എന്തെങ്കിലും ഉണ്ട്. ജി ഓപ്പൺ ബാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല. എടാ, നമുക്കിത് ചെയ്യാൻ പറ്റണില്ലടാ. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണില്ല എനിക്ക്. അതെന്തുകൊണ്ട് പറ്റണില്ല? അതെന്തോ ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് നമുക്കിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടായില്ലേ? നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ. സബ്സ്ക്രൈബാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് പക്ഷേ ഞാനിത് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്കാവണത്. 10 മില്യൺ കൊടുത്താൽ ബേസ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ് ഈ വീഡിയോയിൽ. ഇതെന്താ ഗൈസ് ഇങ്ങനെ 10 മില്യൺ ആയിസ് ബേസ് അപ്ഗ്രേഡിന്? ഞാൻ ചുമ്മാ ഐസ് അത് നടക്കുമെന്ന് തോന്നണമൊന്നുമില്ല. 10 മില്യൺ അത് റിസ്ക് എന്ന് പറയാൻ ടാസ്കിൻ്റെ റിസ്ക്കാണിത്. വെറും റിസ്ക് അല്ല, ടാസ്ക് റിസ്ക് എന്ന് പറയാം അതിൻ്റെ പേര്. വെറും റിസ്ക് ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാമെന്ന് പറയാം. ഇത് ടാസ്കിൻ്റെ അതിൻ്റെ മേളിൽ റിസ്ക് നമുക്ക്. പക്ഷേ ഇത് എനിക്കൊന്ന് ലീവ് അടിച്ചിട്ട് കയറേണ്ടി വരുവാ. സ്പിന്നൊന്നുമില്ല. നമുക്ക് ലീവ് അടിച്ചിട്ട് ഞാനങ്ങനെ ഒടുവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഓക്കെ ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ എല്ലാത്തിൻ്റെയും റേറ്റ് കൂടി നമ്മൾ ഇറങ്ങി കയറിയപ്പം നോ വൈസ് അങ്ങനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ ഗ്ലിച്ചായിരുന്നു. ഇറങ്ങി കയറിയപ്പോൾ നമുക്ക് സ്പീഡ് 36 ഇപ്പം നമ്മുടെ സ്പീഡിൻ്റെ ഇതെന്ന് പറയുന്നത്. വൈസ് റിസ്ക് ടാസ്ക് അതെടുക്കാൻ പറ്റിയില്ല. 187 ആ പച്ച കടന്നു പോയി സംഘങ്ങൾ. ഇതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് ഭയങ്കര ടഫാണ് അതിൻ്റെ അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. ഇവിടെ എന്തോ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒന്നും ഇല്ലേ. എന്തുവാടാ ഇത്? ഇവിടെ ഒന്നും ഇല്ല. അത് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒന്നുമില്ല. ഇവിടെയും മാറൂടാ. ഞാൻ വെച്ച് ഇവിടെ കുറേതൊന്നുമില്ല. അവിടെയും ഇതാവും കേട്ടാ. അവിടുത്തെ കീബോർഡ് മായും. അതൊക്കെ അങ്ങനെയാണ്. നമുക്കെന്തായാലും ഇതെന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ടാസ്ക് കംപ്ലീറ്റഡ് പരിപാടിയാണിത്. വെറും ടാസ്ക് അല്ലേ ഇത് കുറച്ച് ടാസ്ക് കൂടുതലാണ്. ഇപ്പോഴും ഞാൻ എന്താണ് പറയണേ. ഇത് 1.75K സാധനം കിട്ടി.
ഓ നോ, അത് അടിപൊളി. ഓ നോ ഇല്ലടാ. ഓ യെസ്, നല്ലൊരു സാധനമാണ് കേട്ടോ അത്. ഇത് മാത്രമേ ഉള്ളൂ 1.75 കെ. ഇത് മാത്രമേ ഉള്ളൂ. 175 ഉണ്ട്. ഇത് വേണ്ട 1.75 കെ. എടുക്കാൻ പറ്റുമോടാ? ഞാൻ ക്യാരി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിന്ന് തോന്നുന്നു. ഓ ഓ അയ്യോ, താഴെ പോയത് രണ്ടും പോയില്ലേ. ടാസ്ക്കാണ് മച്ചാനെ. 1.75 കെ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയണ ഈ സാധനത്തിൻ്റെ. ആ സാധനം വെച്ചു, സാധനം കിട്ടി. നമുക്ക് 19 കെ ആയിട്ടുണ്ട്. 33 കെ ആയി. ഒരു റൗണ്ടോടെ പോയാൽ 44 കെ. അടിപൊളി. നമുക്ക് എത്ര അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഫ്രണ്ടിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നോട്ട് ഇനഫ് ക്യാഷ്. 61 നമ്മുടെ സ്പീഡ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഭീകരം തന്നെ. നമ്മൾ ഒരു സീനാണെന്ന് അറിയാമല്ലോ. 61 നമ്മുടെ ക്യാഷ് നമ്മൾ ക്യാഷല്ലല്ലോ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സീനായി പോയി. എന്ത് പറയാനാ ഗൈസ്, നമ്മൾ കുറച്ച് പവറായി പോയി. കുറച്ച് സീൻ പവറാട്ടോ നമ്മൾ. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്കിനി സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ. നിങ്ങൾ ഓരോരുത്തരടിക്കുന്ന സബ്സ്ക്രൈബാണ് നമുക്ക് കൂട്ടി വരുന്നത്. ഒന്നോ ഒത്തിരി എടുത്തിട്ട് താഴെ പോയടാ. എന്താണത്? ഞാൻ വെച്ചത് കയറുന്നതാണ്, കയറിയില്ലേ. നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഒരു അപ്ഗ്രേഡ് നമ്മൾ ചെയ്തേ. ഇതിൽ നമുക്ക് എന്തായാലും അവിടെ കടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൈ പണ്ണല ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ചുകൂടെ ഇതിൽ നമുക്കത് കയറാൻ പറ്റും. പറ്റിയില്ലെങ്കിൽ പറ്റണം, നമ്മൾ പറ്റിക്കും ഗൈസ്. ആറടാ ടമ്പി പാടടാ പാട്ടമ്പി. ഇത്ര എത്തിയിട്ട് നമ്മൾ പോയി. യെസ് സാർ. 2 കേരളാണല്ലോ ഫുള്ള്. 78 കെ, 105 കെ. അടിപൊളി. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുള്ള റെഡ് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഈ റെഡ് എങ്കിലും കിടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 3 എണ്ണം നമുക്ക് ക്യാരി ചെയ്യും. 4 എണ്ണം കണ്ട് ഞാൻ ക്യാരി ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഒരെണ്ണോടെ നല്ല എന്തെങ്കിലും വാ. 100 മേളിൽ കേയുള്ള എന്തെങ്കിലും വാ. ഇവിടെ എന്തായാലും ലക്കി ബ്ലോക്ക് പോലത്തെ ചെറിയ സാധനങ്ങളുണ്ട്, എടുക്കണം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും ആ ചെറിയ സാധനങ്ങൾ എടുക്കണം ഗൈസ്. എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പറ, അത് എടുക്കണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ പറ. അത് ഞാനിതുവരെ എടുക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. അതെന്ത് സാധനമാണെന്ന് അറിയത്തില്ല. നമ്മുടെ ബേസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായി പറഞ്ഞ പോലെ. ഗൈസ് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പം എത്രത്തോളം ഇത് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ഭാഗം കട്ടിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പോലും പറ്റില്ല നമ്മൾ എങ്ങനെയൊക്കെ ആയി എത്രയൊക്കെ കയറി പോകണമെന്ന്. അത് കാരണം ഞാൻ കട്ട് ചെയ്യാൻ കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇത്രയും 59.14 സെക്കൻഡ് ഞാനിത് മിനിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഗൈസ് കാരണം, അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഗൈസ്. വേറെ എന്ത് പറയാനാണ് ഗൈസ്. ഇത് നമുക്ക് 226 കെ ഉണ്ട്. അത് നമുക്കാണേ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൂട്ടാവുന്നതേ ഉള്ളൂ ഗൈസ്. സിമ്പിളായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൂട്ടാം. എത്ര വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് അപ്ഗ്രേഡ് ചെയ്തതിൻ്റെയൊക്കെ നമുക്ക് മേളിലെത്തിക്കാം. പക്ഷേ ഇത്ര ഉള്ളൂ നമുക്ക് സാധനങ്ങൾ. പക്ഷെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്ത് മേളിലെത്തിക്കാമല്ലോ. അത് നല്ലൊരു ഇതാണ് ഗൈസ്. അത് പിന്നെ നിങ്ങൾ പറയാം, ഞാൻ ഇത്രയും കട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എല്ലാം നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. ഇത് കുറേ കട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ലെങ്ത്തിൽ വീഡിയോ പോകുന്നതുകൊണ്ടാണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇടുന്ന പോലെ തന്നെ, അതായത് 1 hour 2 hour ഒക്കെ ആവും ചിലപ്പം വീഡിയോയുടെ ലെങ്ത്ത് കട്ട് ചെയ്തിടുകയാണെങ്കിലേ. അതുപോലെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചാണ് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ ഇത് വരുന്നത്. നിങ്ങളെന്തായാലും കമൻറ്റ് ഇടുക. നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ റെഡ് ഇത് നമുക്ക് കടക്കണമെന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ആ റെഡ് കടക്കണം ഗൈസ്. ആ റെഡ് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ആ റെഡ് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നെ
പിന്നെ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നമുക്ക് ആ റെഡ് കാണുന്നു കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ എല്ലാം സുഖമാണ് നമുക്ക്. ഇവിടെ അത്രേ ഉള്ളൂ. ഒക്കെ എന്തെങ്കിലും ആ റെഡ് ഞാൻ എന്തായാലും കടക്കണം ഗൈസ്. ഗിഫ്റ്റ് വൺ പ്ലേസ്. ഓക്കെ എടാ തരാലോ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ റിച്ച് ഗൈസ്. 336K ബിഗ് വൺ പ്ലേസ് എന്ന് നമ്മുടെ ഇരിക്കുന്ന ഏറ്റവും വലുത് 315K 336K അല്ലടാ നമ്മുടെ ഏറ്റവും വലുത്. പിന്നെ 1 മില്യൺ ആയിസ്, അത് പറഞ്ഞേ ഉള്ളൂ മില്യൺ. എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണോടാ, അതുകൊണ്ട് നിനക്ക് ഇത് തന്നാൽ മതിയോ 300. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ബ്രെയിൻ റോട്ട്, ഇത് ഞങ്ങൾക്ക് തരാം. പിന്നെ പറഞ്ഞാൽ 1 മില്യൺ, അത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണോടാ, അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇവൻ്റെ കയ്യിൽ അത്യാവശ്യം ബിഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ, എന്നാലും നമ്മൾ കൊടുത്ത് അത്ര ഇല്ലെങ്കിലും ബിഗ് ഐറ്റംസ് ഉണ്ട് എൻ്റെ. എന്നാലും കുഴപ്പമില്ലടാ, അടിപൊളി നല്ല കളക്ഷനാണ്. നമുക്കിനി ഇനി പോകേണ്ട കേസ്, നമുക്ക് പോയിട്ട് അടുത്ത നെക്സ്റ്റ് ബ്രാൻഡ് എടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഐലൻഡിൽ നിന്ന് മാത്രം എടുക്കണമല്ലോ കേസ്, നമുക്കൊരു ഇതില്ല. 1 ബില്യൺ അടിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. നോക്കിയാൽ 1 ബില്യൺ ആക്കാൻ പറ്റുമോ നോക്കിയാലോ. ടാർഗറ്റ് മേളിൽ നിന്ന് എടുക്കണ്ട, മേളിൽ നിന്ന് കളക്ട് ചെയ്താൽ 1 ബില്യൺ 1.6 മില്യന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാലോ. 1 ബില്യൺ അടിച്ചു പോയി നമ്മൾ. എടാ ഞാൻ തന്നെ പോയ അതിൽ ഞാൻ തന്നെ വീണ, എന്തരടാ കാണിക്കണേ. ഞാൻ നോക്കാം റെഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. റെഡ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടുന്നൊക്കെ ഇനിയും ബ്രെയിനോട് എടുത്തിട്ട് എന്ത് കിട്ടാനാണ് നോക്കാം. റെഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് പോയി നോക്കാം എന്തായാലും. ഓക്കെ. നോ ഗൈസ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ പകുതി വരെ പോയാലോ, അതങ്ങനെ. എടാ റെഡ് എനിക്കൊന്ന് ഡിഫിക്കൽട്ടാണ്. അതായത് നമ്മൾ പകുതി വരെ പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റെഡിൻ്റെ അകത്ത് പകുതി വരെ പോയതാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡ് സമ്മതിക്കില്ല ഗൈസ്, നമ്മളെ റെഡ് നമ്മളെ സമ്മതിക്കില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണത്. സോയിസ് അങ്ങനെ നമ്മൾ ഫൈനലി റെഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ എങ്ങനെ ചെയ്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇവിടെ മില്യണിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് കുറേ. ഇനി ഈ ഗെയിം ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഗെയിമല്ല ഗൈസ്, ഇത് വലിയൊരു ഗെയിമാണ്. നമ്മൾ റെഡ് ഫൈനൽ കടന്നിട്ടുണ്ട്. മില്യണിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കുകയാണ് ഇനി നമ്മൾ റിച്ച്. ഇനി ആര് വന്ന് ചോദിച്ചാലും നമ്മൾ മില്യൺസേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ചത്തോന്നൊരു സംശയം ഗൈസ്. പെട്ട് എടാ അതെങ്ങനെ കടന്നതെന്ന് എനിക്ക് മാത്രം അറിഞ്ഞോളൂ. ഇനിയും കിട്ടത്തില്ല ഗൈസ് മില്യൺസ്. ടഫ്. ഇനി നമുക്ക് പോകാൻ പറ്റില്ല. ഇനിയത് പാടാ, ഭയങ്കര പാടാ ഗൈസ്. ഇനിയത് ഭയങ്കര പാടാ. ഇനി നമുക്ക് ഈ ജന്മത്തിൽ അത് നോക്കണ്ട. നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് ഓടി കാണിച്ചു തരാം എങ്ങനെയാണ് എത്ര കഷ്ടപ്പെടും. നമുക്കാണെങ്കിൽ ഈ ആംഗിളിലിട്ട് ഓടാം ഗൈസ്. നോക്കാം കണ്ടോ ഗൈസ്. അങ്ങനെ തട്ടി നമ്മൾ താഴെ വീഴുക. ഇത് ബാക്കി ഒരു ഇതുപോലെയല്ല, തട്ടി നമ്മൾ താഴെ വീഴുക. അതാണ് ഈ റെഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ തട്ടി അങ്ങ് തെറിപ്പിക്കുക നമ്മളെ ഇവന്മാരി. അതുകൊണ്ട് ഗൈസ് ഇത്ര ഫാസ്റ്റിലാണത് പറയണത്. എന്നിട്ടാണ് ഞാൻ നോ ഗൈസ് കണ്ട ഫസ്റ്റ് തന്നെ നമ്മൾ അടിച്ച് താഴെ ഇട്ട് ഞാൻ ഇനി ഓടുക. ഇനി ഞാൻ ആ റെഡ് ഞാൻ ഈ റെഡിൽ നിന്ന് ബ്രെയിൻ റോഡ് എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഞാൻ ഇതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ അപ്പ്. ഇനി ഞാൻ നിങ്ങളെ റെഡിൻ്റെ അവിടെ എത്തിയിട്ടേ കാണിക്കുള്ളൂ ഗൈസ്. കട്ട്. ഇത് കടക്കുമോ? യെസ് ഗൈസ്, ഇത് ലിറ്ററലി കുറേ നേരം എടുത്തു. നിങ്ങൾ ഇത് എപ്പോഴിത് എത്ര ദൂരം ഞാൻ കട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. കുറേ നേരം എടുത്തു ഗൈസ്. ഇത് ലിറ്ററലി പറഞ്ഞറിയിക്കണ പോലെ അല്ല, ഇത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. എന്തായാലും എത്തിയ സ്ഥിതിക്ക് നമ്മൾ മില്യൺ സാധനം കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അടുത്ത മില്യൺ 6 മില്യണാ എടുക്കണം മോനെ നീ. ലാഭ 6 മില്യണ്ടേ. പക്ഷേ ഗൈസ് ഇത് നമ്മളുടെ സമ്മതിക്കത്തില്ല പോകാൻ. അതാണ് ഇത്രയും സാധനം ഞാൻ എടുത്ത് താഴെ പോലെടാ. അയ്യോ അളിയാ താഴെ പോയടാ. ഇനി നമുക്ക് കാര്യമില്ല ഗൈസ്. ഇത് ഞാൻ വിചാരിച്ചില്ല ഗൈസ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് താഴെ പോയി എന്തുണ്ടാവുമോ ഗൈസ്. ഇതൊക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഒന്നുകൂടെ ഞാനൊന്ന് അവിടം വരെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഇത് കിടക്കും. ഓയ്യോ എടാ ഭാഗ്യം കേട്ടാ, അങ്ങനെ തെറിച്ചിട്ടുള്ള എല്ലാം ഇതായിട്ടേ ഉള്ളൂ.
6 മില്യൻ്റെ പോലത്തെ സാധനമൊന്നുമില്ല. 1 മില്യൻ്റെ പോലെ കാണുന്നില്ല. 2 മില്യൺ ഗൈസ്. അത് ലക്കിന് അങ്ങോട്ട് കിട്ടിയത് 6 മില്യൻ്റെ. അതിന് കിട്ടിയില്ല ഗൈസ്. 1 മില്യൻ്റെ കിട്ടി ഗൈസ്. ആ 6 മില്യൻ്റെ കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നല്ലോ. അടുത്ത 1 മില്യൺ നല്ല സാധനം. ഓക്കെ 2.6 മില്യൺ. ഇത് കടക്കണടാ, ഇത് കടക്കണം. ഇത് അതിൻ്റെ അകത്ത് കടക്കണം. കടന്നില്ലെങ്കിൽ പണി കിട്ടും മച്ചാനെ. ഇത് കടക്കും. ഇത് കടക്കണം. ഇത് കടന്നേ പറ്റൂ മച്ചാൻ. ഇതേ അടുത്ത മില്യൺ സ്പോണായി. ആ മില്യൺ എടുക്കാൻ വലിയ സൈഡിലുള്ള അതുകൊണ്ട് ഇവിടെ എന്തും വേണ്ടി മില്യൺസ് ആടാ. ഇത്ര മില്യൺ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ബാഗിൽ. ഇവിടെ ചാവലയുടെ എത്തിയടാ. ഇനി ആരെയും നമുക്ക് പേടി? ഇനി ആരെയും പേടിയില്ല. സാധനം കിട്ടി. ഇനി നമുക്ക് സാധനം കിട്ടിയ മച്ചാനെ, സാധനം കിട്ടി. ഇനി അതിൽ തന്നെ അടിച്ചിട്ടാലേ ഉള്ളൂ. സാധനം കിട്ടി എന്തായാലും നമുക്കത് മതി മച്ചാനിത് പോരേ. സാധനം കിട്ടി, എല്ലാം കിട്ടി. ഇതിന് നമുക്ക് കേട ഒരു സാധനമില്ല. എല്ലാം സെല്ല് ചെയ്ത് കളഞ്ഞു. നമുക്ക് ആരെയാണ് പേടി? ഒരു ഇതുമില്ല, ഒരു സീനുമില്ല. എല്ലാം സെല്ല് ചെയ്തോ. ഒന്നുമില്ല. ഇനി ഫുൾ മില്യൺസിൻ്റെ കളി മാത്രം മതി നമുക്കിനി. ഫുൾ മില്യൺസിൻ്റെ കളി. ഏത് ഇനി ഒന്നും നമ്മുടെ ഡിക്ഷണറിയിലേ ഇല്ല. ഇല്ല ഇനി നമ്മുടെ ഡിക്ഷണറിയിലെ ഗെയിമിൻ്റെ. ഫുൾ മില്യൺസ് അതാണ് നമ്മുടെ മെയിൻ. മില്യൺസ് ദ മെയിനടാ. മെയിനടാ എന്നാണ് നമ്മൾ പറയാൻ. ഓക്കെ, മേളിൽ 2 ഉണ്ടായിരുന്നില്ലേ? സെൽ നമുക്കിനി ഫുൾ ഇത് മതി ചേട്ടാ. നല്ലൊരു സാധനമാണ് ഇത്. നല്ലൊരു സാധനമാണ്. ഇതെല്ലാം നല്ല സാധനമാണ് കേട്ടാ. ഇതെങ്ങനെ പ്ലേസ് ചെയ്യണം? ഇത് പ്ലേസ് ഗൈസ് ബാഗ്. ഇത് ഇൻഡെക്സ് ഓപ്പൺ ആയി വരല്ലേ? ഓക്കെ, പ്ലേസ് എവിടെയാണ് നിങ്ങളുടെയൊക്കെ? ഇതാണ് നിങ്ങളുടെ പ്ലേസ്. ഇരുന്നോളൂ. ഇതാണ് നിങ്ങളുടെ സ്ഥലം. ഓക്കെ, അങ്ങനെ നമ്മുടെ 3 ബില്യണായി നമ്മളെ കയ്യിൽ. ഇനി ബില്യൺസിൻ്റെ കണക്കേ ഉള്ളൂ നമ്മുടെ സ്പീഡിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് ആ റെഡ് കടത്തി വെട്ടാൻ പറ്റുമെന്നാണ് നമ്മുടെ അടുത്ത ഒരു മത്സരം എന്ന് പറഞ്ഞാൽ. റെഡ് കടത്തി വെട്ടലാണ് നമ്മുടെ അടുത്ത മത്സരം. തീ പാറുന്ന പോരാട്ടമായിരിക്കും ഇനി. റെഡ് തന്നെ കടക്കാൻ പറ്റുമോ? ഇല്ല കേട്ടാ, റെഡ് തന്നെ കടക്കാൻ നമുക്കിവിടെ പറ്റത്തില്ല. പിന്നെയാണ് റെഡ് കടത്തി വെട്ടാൻ. ഞാനിത് കുറേ നേരമായി. ഇതുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. പറ്റിയില്ല ഗൈസ്. അപ്പം നമുക്കിനി അങ്ങോട്ട് കളിക്കേണ്ട ഗൈസ്. കാരണം ഇത് കുറേ നേരമായി. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു എത്ര മിനിറ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു എന്ന്. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായി. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. നിങ്ങൾ കാണുമ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും കാണണം. ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വീഡിയോസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്കുക. സബ്സ്ക്രൈബ് ബട്ടണും അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളങ്ങ് ഹൈപ്പ് കയറ്റി അങ്ങ് ഇട്ടേക്കുക നമ്മളെ. അതായത് നിങ്ങൾ കമൻ്റ് ഇടുന്ന ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈയിടെയായിട്ട് ഗെയിമൊന്നും കമൻ്റ് ഇടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗെയിം എനിക്കിഷ്ടമുള്ള ഗെയിം കളിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് വരാം ഗൈസ്. എല്ലാം നടന്നാൽ നടന്നില്ല. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നിങ്ങൾ ഈയിടെയായിട്ട് ഇതെന്തൊരു എടാ ഇങ്ങനെ അങ്ങ് പോയാൽ പോരാടാ. അതിൻ്റെ അപ്പുറത്ത് ഏത് ബ്രെയിൻ റോഡാണെന്ന് നോക്കാം നമുക്ക്. ഗൈസ് ബ്രെയിൻ റോഡ് കാണാനില്ല. ഇതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അയ്യോടാ. പോയതല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടാൻ നിങ്ങൾ ഒട്ടും മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇടുക. ആ ഗെയിമാണ് ഞാൻ കളിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒട്ടും മറക്കരുത്. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഇതെല്ലാം അറിയാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. അപ്പം ബൈ ഗൈസ്. അപ്പം ഇതെന്നെ തലകുത്തിന് യോഗാസനം ചെയ്യുന്നേ. തലകുത്തി വീണേ. ഇതെന്താടാ ഇത്? എന്തായാലും ഗൈസ് നമ്മൾ തലകുത്തി നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോ. ഓക്കെ ബൈ ഗൈസ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. ഒരു സ്പിന്നോടെ ചെയ്യാം. ട്രിപ്പിൾ ട്രോഫി. ബൈ.